പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും കുറിച്ചാണ്. നമുക്കറിയാം, ആറാമത്തെ പീരീഡിലാണ് ലാന്തനോയിഡ്സും അതുപോലെ ഏഴാമത്തെ പീരീഡിലാണ് ആക്ടിനോയിഡ്സും ഉള്ളത്. അതായത് ആറാമത്തെ പീരീഡിൽ ലന്താനം മുതൽ ബാക്കിയുള്ള 14 എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൻ്റെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? In the 6th period, Landhanam and the 14 elements following it have been arranged separately at the bottom of the periodic table. The elements from Landhanam, atomic number 57. ആറാം പീരീഡിൽ ലന്ധാനത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിൻ്റെ താഴെ കണ്ടോ, ആറ്റോമിക് നമ്പർ 57 മുതൽ 57 ലന്ധാനം മുതൽ ആറ്റോമിക് നമ്പർ 71 ആയ ലൂട്ടീഷ്യം LU വരെയുള്ള മൂലകങ്ങളാണ് അവ. ഇവയെ ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഒന്നുകൂടി പറയാം. ആറാം പീരീഡിലെ ലന്ധാനത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളെയും പീരിയോഡിക് ടേബിളിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 57 ലാന്തനം മുതൽ ആറ്റോമിക് നമ്പർ 71 ആയ ലൂട്ടീഷ്യം വരെയുള്ള മൂലകങ്ങളാണ് അവ. ഇവയെ ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നു. In the 7th period, actinium and the 14 elements following have been given a separate position below lanthanoids. The elements from actinium, atom number 89, to lawrencium, atom number 103, are called actinoids. അതായത് ഏഴാം പീരീഡിലെ ആക്ടീനിയം തുടർന്ന് വരുന്ന 14 മൂലകങ്ങളും പീരിയോഡിക് ടേബിളിൻ്റെ താഴെ കണ്ടില്ലേ. ഇവ ആറ്റോമിക് നമ്പർ 89 ആയ ആക്ടീനിയം മുതൽ ആറ്റോമിക് നമ്പർ 103 ആയ ലോറൻഷ്യം വരെയുള്ള മൂലകങ്ങളാണ്. ഇവയെ ആക്ടിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, നോക്കാം. പീരിയോഡിക് ട്രെൻഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഗ്രൂപ്പിലും പീരീഡിലുമുള്ള സ്ഥാനത്തിനനുസരിച്ച് എലമെൻസിൻ്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസിന് മാറ്റമുണ്ടാകുന്നു. ഇതാണ് പീരിയോഡിക് ട്രെൻഡ് എന്ന് വിളിക്കുന്നത്. പീരിയോഡിക് ട്രെൻഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ഡിപ്പെൻഡിങ് ഓൺ ദ പൊസിഷൻ ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ്, ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് ഷോ എ റെഗുലർ ചേഞ്ച്. ഓക്കെ, അതായത് ഗ്രൂപ്പിലും പീരീഡിലുമുള്ള സ്ഥാനത്തിനനുസരിച്ച് എന്ത് ചെയ്യണത്, എലമെൻസിൻ്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസിന് മാറ്റമുണ്ടാകുന്നത്. ഓക്കെ, ഇനി നോക്കുക. സൈസ് ഓഫ് ആറ്റം ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. ആറ്റത്തിൻ്റെ സൈസ് പ്രസ്താവിക്കുന്നത് രീതിക്ക് പറയുന്ന പേരാണ് ആറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ദ സൈസ് ഓഫ് ആൻ ആറ്റം ക്യാൻ ബി expressed in terms of atomic radius. It is a distance from the center of the nucleus to the outermost shell containing electrons. അതായത് ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദു മുതൽ ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുന്ന ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്കുള്ള ദൂരത്തിനാണ് ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ദൂരമാണ് ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ കേന്ദ്രബിന്ദുവിൽ നിന്ന് അവസാനത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ല് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയണത്, അതിൻ്റെ ആറ്റോമിക് സൈസ് എന്ന് പറയണത്. ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിപ്പെൻഡ്സ് മെയിൻലി ഓൺ 2 ഫാക്ടേഴ്സ്. ആറ്റോമിക് സൈസിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങളാണ് ന്യൂക്ലിയർ ചാർജും നമ്പർ ഓഫ് ഷെല്ലുകളുടെ എണ്ണവും. താഴെയുള്ള പട്ടിക നോക്കുക. നെയിം ഓഫ് എലമെൻറ്റ്, സിമ്പിൾ എന്നിട്ടുണ്ട്, ആറ്റോമിക് നമ്പർ എന്നിട്ടുണ്ട്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഷെൽസ് എന്നിട്ടുണ്ട്. ലിഥിയം സിമ്പിൾ Li ആണ്. ആറ്റം നമ്പർ 3 ആണ്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 1, 2 ഷെല്ലുകളാണുള്ളത്. അതേപോലെ രണ്ടാമത് നോക്കുക. സോഡിയം Na11 281, ഷെല്ലുകൾ എണ്ണം 3 ആണ്. പൊട്ടാസ്യം K19 2881, ഷെല്ലുകളുടെ എണ്ണം 4 ആണ്. റുബീഡിയം Rb37 281881, നമ്പർ ഓഫ് ഷെൽസ് 5 ആണ്. ഓക്കെ, though nuclear charge increases down a
a group, its effect is overcome by increase in the number of shells and hence the size of the atom increases. അതായത് ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും അതിൻ്റെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. പട്ടികയിൽ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു എന്നുള്ളതാണ്. ഓരോ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് അതിൻ്റെ ആറ്റത്തിൻ്റെ വലിപ്പവും കൂടുന്നു. ഇനി താഴെ നോക്കുക. പീരിയഡ് 2, ലിഥിയം 2.1, ബെറിലിയം 2.2, ബോറോൺ 2.3, കാർബൺ 2.4, നൈട്രജൻ 2.5, ഓക്സിജൻ 2.6, ഫ്ലോറിൻ 2.7. Moving along a period from left to right, there is no change in the number of shells. ഒരു പീരീഡിൽ ഇടത്തു നിന്നും വലത്തോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്തിനില്ല, മാറ്റം ഉണ്ടാവുന്നില്ല. പട്ടിക നോക്കിയാൽ മനസ്സിലായി. ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്തില്ല, മാറ്റമല്ല. എല്ലാ ഗ്രൂപ്പിലും എന്താണ്, രണ്ടാമത്തെ പീരീഡിൽ 2 ഷെല്ലുകളാണുള്ളത്. എന്തില്ല, മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതുകൊണ്ട് ദർ ഇസ് നോ ചേഞ്ച് ദ നമ്പർ ഓഫ് ഷെല്ലുകളുടെ എണ്ണത്തിൽ എന്ത് ചെയ്യാനുള്ള മാറ്റം ഉണ്ടാവുന്നില്ല. എന്നാൽ ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഗ്രാജുവലി. എന്നാൽ എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രമമായിട്ട് കൂടുന്നുണ്ട്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്, hence the size of the atom gradually decreases. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ന്യൂക്ലിയസിൻ്റെ ആകർഷണബലം കൂടുന്നു. അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഗ്രാജുവലി ദ സൈസ് ഓഫ് ദ ആറ്റം ഗ്രാജുവലി ഡിക്രീസസ്. ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇനി നോക്കുക. മൂവിങ് ഡൗൺ ഇൻ ദ ഗ്രൂപ്പ്, ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്, ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ്. പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഗ്രൂപ്പിൽ എന്താ പറഞ്ഞത്, ആറ്റത്തിൻ്റെ വലിപ്പം മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും കൂടി വരുന്നു. ഇവിടെ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക.